ഹായ് ഫ്രണ്ട്സ്, എൻ്റെ രസോയിൽ ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കുടുത മസാലയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണിത്. കുടുതയുടെ വേവിച്ചു വരുന്ന കഷ്ണങ്ങൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ടിന്നിൽ ലഭ്യമാണ്. പാചകത്തിന് വേണ്ട ചേരുവകളിലേക്ക് കടക്കാം. 2 സവാള ചെറുതായി അരിഞ്ഞത്, 1.5 തക്കാളി, 5-6 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, കറിവേപ്പില, ഓയിൽ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഓയിൽ ചൂടായി വന്നു. ഇനി നമുക്കതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. സവാളയുടെ നിറം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴന്നു വന്നു. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മൂന്നും കൂടെ നന്നായി വഴറ്റുക. നമ്മുടെ മസാല നന്നായി വഴന്നു വന്നു. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാലയുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. സെമി ഗ്രേവി ഇഷ്ടപ്പെടുന്നവർ ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ കറി വേണ്ടവർ അതിനേക്കാൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ കറി നന്നായി തിളച്ച് വന്നു. ഇനി ഇതൊരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെക്കണം. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കുടുത മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തി, പൊറോട്ട എന്നിവയ്ക്കെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്